നിയമസഭയിലേക്കാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. തത്സമയം ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ്, മാറ്റി നിർത്തുകയാണ്. ഒരു സ്ക്രൂട്ടിനി ഇല്ല. ഇനി അനദർ തിങ്, നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഭരണഘടനാ പ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണം എത്ര അനുമതിയോടുകൂടി ചെലവാക്കിയാലും അത് C&AG ഓഡിറ്റ് ചെയ്യണം. ഇവിടെ C&AG ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കിഫ്ബി അത് പറ്റില്ല എന്ന് പറയുന്നത്. C&AG പല പ്രാവശ്യം എഴുതി ഇത് ഓഡിറ്റ് ചെയ്യണം. എന്താ C&AG ഓഡിറ്റ് ചെയ്താ എന്ത് സംഭവിക്കും? C&AG ഓഡിറ്റ് ഉണ്ട്. ഞങ്ങളൊരു ഓഡിറ്റിംഗ് ഉണ്ടാക്കിയിരുന്നത് ഇത് നാട്ടുംപുറത്ത് ഉണ്ടാക്കുന്ന ക്ലബ്ബല്ല. അവിടെ ഓഡിറ്റിംഗ് രണ്ടുപേരെ ഓഡിറ്ററായിട്ട് വെച്ചിട്ട് നാട്ടുംപുറത്തെ ക്ലബില് അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നാട്ടുംപുറത്തെ ക്ലബില് 2 ഓഡിറ്റർമാരെ വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യയും പരിശോധിക്കുന്ന പോലെയല്ല. ഇത് നാട്ടുകാരടയ്ക്കുന്ന നികുതി പണമാണ്. നാട്ടുകാരടയ്ക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം. കാരണം എന്താ? ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ്. അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി? ഞാനിപ്പോ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഭരണകക്ഷിയിലിരിക്കുന്ന MLA-മാർ കൂടി ഒന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തരും ശമ്പളം മേടിക്കുന്നത്. റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ PWD-യിലെ എക്സ്പീരിയൻസ്ഡായ ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് BSNL-ൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾ അവിടെ പരിശോധിക്കണം. എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് ഈ കിഫ്ബിയിൽ ഇരുന്ന് ഓരോരുത്തരും ശമ്പളം പറ്റുന്നത് എന്ന് നോക്കണം. സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മെച്ചപ്പെട്ട മെക്കാനിസവും നല്ല ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുട്ടിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. സാർ, ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം. നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു, സംസ്ഥാനത്തിന്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു. ഇതിന് ആവശ്യം ഇല്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക 50% തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്ന. ഒന്നും കട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകൾ കയ്യിലുണ്ട്. ഞാൻ വായിച്ച ധനകാര്യമന്ത്രി പറഞ്ഞത് ഞാൻ അതിനൊന്നും സമയം ഉപയോഗിക്കുന്നില്ല. അനാവശ്യമായൊരു കാര്യങ്ങൾക്ക് ഈ വിഷയമല്ലാത്ത മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വിഴിഞ്ഞം കാര്യം പറഞ്ഞു, ഡൽഹി തെരഞ്ഞെടുപ്പ് കാര്യം ഒന്നും പറയില്ല. പക്ഷെ കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു മൈൻഡ് ഗവൺമെന്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിന്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി, കൂടുതൽ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് സംസ്ഥാനം വീണു പോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.